ഗുഡ് മോർണിംഗ്. ആയുർജീവനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫാറ്റി ലിവർ, അതായത് കരളിൽ കൊഴുപ്പടിയുന്നതിനെ പറ്റിയിട്ടും അതിനുള്ള ഹോം റെമഡീസിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കൊളസ്ട്രോൾ കൂടുന്നതും ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്നതും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാറ്റ് നമ്മുടെ ലിവറിൻ്റെ സെൽസിൽ അടിഞ്ഞു കൂടുന്നതിനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഒരല്പം ഫാറ്റ് ലിവർ സെൽസിൽ അടിയുന്നത് കോമൺ തന്നെയാണ്. പക്ഷേ അത് 10% കൂടുതലാകുമ്പോഴാണ് നമ്മളത് ഫാറ്റി ലിവർ എന്ന് പറയുന്നതും അതിൻ്റെ ഒരുപാട് ദൂഷ്യവശങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. ഫാറ്റി ലിവറിൻ്റെ പ്രശ്നത്തിന് അല്ലെങ്കിൽ കരളിലെ കോശങ്ങളിൽ കൊഴുപ്പടിയുന്നതിന് 2 ടൈപ്പ് റീസൺസ് ആണ് ബേസിക്കലി ഉള്ളത്. അതായത് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ഫാറ്റി ലിവറും അതുപോലെ നോൺ ആൽക്കഹോളിക് ഇൻഡ്യൂസ്ഡ് ഫാറ്റി ലിവറും. അതായത് ആൽക്കഹോളിക് ഇൻഡ്യൂസ്ഡ് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആൽക്കഹോളിൻ്റെ കൺസംഷൻ കൂടുന്നത് കൊണ്ട് കരളിലുള്ള കോശങ്ങളിൽ ഫാറ്റ് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് അത് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു റീസൺ അത് തന്നെയാണ്. എന്നാൽ നോൺ ആൽക്കഹോളിക് റീസൺസും ഇതിനുണ്ട്. അതിൽ വരുന്നത് ചില അസുഖങ്ങൾ, അതായത് BP-യോ കൊളസ്ട്രോളോ അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റിസ്, പിന്നെ അതുപോലെ തന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ഇത്തരം അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അത് ലിവറിന് ഹെപ്പറ്റൈറ്റിസിൻ്റെ സീരിയസ് ഫോംസ് അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാലും ലിവറിന് ചെറിയൊരു അൺഹെൽത്തി, അതായത് വളരെ സെൻസിറ്റീവ് ആയിരിക്കും ആ ഒരു ലിവറിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. ആ ഒരു റീസൺ കൊണ്ടും ഇത്തരത്തിലുള്ള ലിവറിലെ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ മാൽ ന്യൂട്രീഷൻ, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ പല ഡെഫിഷ്യൻസീസും വരുന്നതിൻ്റെ കാരണം കൊണ്ട് അങ്ങനെ വരാം. പിന്നെ പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബേസിറ്റി ഉള്ളവർക്ക് നാച്ചുറലി തന്നെ ശരീരത്തിൽ മൊത്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുമ്പോൾ ലിവറിലും അത്തരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു ഇൻഡയറക്റ്റ് റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് റാപ്പിഡ് വെയിറ്റ് ലോസ്, അതായത് ചിലർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ശരീരത്തിന് ഒരുപാട് ഡെഫിഷ്യൻസീസിന് സബ്ജക്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് വെയിറ്റ് ഒരു ഷോർട്ട് ടൈമിൽ കുറച്ച് കഴിയുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോഴും ആ ഒരു കൊഴുപ്പ് നമ്മുടെ ഫാറ്റ് ആ ഒരു കരളിലെ സെൽസിൽ ഈ ഫാറ്റ് അടിഞ്ഞു കൂടാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെയാണ് ഫാറ്റി ലിവറിൻ്റെ റീസൺസ്. ഇത്തരത്തിൽ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നത്തിന് സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ലക്ഷണം ഒന്നും പറയാൻ കഴിയില്ല. ജനറലി നമുക്കറിയാൻ പറ്റും, നമ്മുടെ ഒരു ഡിസ്കംഫർട്ട് വെച്ചും നമുക്കൊരു എന്താണ് അതിന് പറയുന്നത്, നമ്മുടെ ഒരു അൺഈസി ആയിരിക്കും നമുക്ക് ലൈഫ് സ്റ്റൈലിൽ തന്നെ നമുക്കൊരു വ്യത്യാസം. പിന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, കൊഴുപ്പ് ശരീരത്തിൽ അടിയുന്ന തരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ലെത്താർജി നമുക്കുണ്ടാകും. പിന്നെ വിരളമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിശപ്പില്ലായ്മയും അതുപോലെ തന്നെ ഒരു ഭക്ഷണം വേണ്ട എന്നൊരു തോന്നലും ഒരു ക്ഷീണം, ഒരു ഫറ്റീഗ്, ഇതൊക്കെയാണ് ശരിക്കും ഒരു ഫാറ്റി ലിവറിൻ്റേതായിട്ടുള്ളൊരു സിംറ്റംസ് ആയിട്ട് വരുന്നത്. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് കരളിൽ കൊഴുപ്പടിയുന്നത് കൊണ്ട് ഇന്നിന്ന പ്രശ്നങ്ങൾ ശരീരം കാണിക്കും അങ്ങനെ ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പിന്നെ മറ്റു പല അസുഖങ്ങളുടെയും ഡയഗ്നോസിസ് ടൈമിലും ലിപ്പിഡ് പ്രൊഫൈലിൻ്റെ ഇഷ്യൂ എടുക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് ശരിക്കും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ മൊത്തത്തിലുള്ളൊരു അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. ഈ കരളിൻ്റെ കോശങ്ങളിൽ കൊഴുപ്പടിയുന്നതിന് നമുക്ക് രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളിയും വെളുത്തുള്ളി ചതച്ചതും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കഴിക്കുന്നത് നന്നായിട്ട് തന്നെ ആ ഒരു ഫാറ്റ് അബ്സോർപ്ഷനും ഫാറ്റ് ഡൈല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് വരാനുമൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ജ്യൂസ് കൂടെ കഴിക്കണം. അതായത് വെജിറ്റബിൾ ജ്യൂസിൻ്റെ കൂടെ നമ്മുടെ കുമ്പളങ്ങയോ ചുരക്കയോ വെയിറ്റ് ലോസിനൊക്കെ ഞാൻ പറയുന്ന ആ ഒരു വെജിറ്റബിൾ ജ്യൂസസിൻ്റെ കൂടെ ഒരല്പം ഈ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയുടെ ഒരു നുള്ളും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് തന്നെ ഈ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നത്തിന് നമുക്ക് കിട്ടും. ഈ കരളിൽ കൊഴുപ്പടിയുന്ന പ്രശ്നത്തിനും കരളിൻ്റെ ജനറൽ ആരോഗ്യത്തിനുമൊക്കെ ഞാൻ കീഴാനെല്ലിയുടെ ഉപയോഗം ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈക്വലി എഫക്റ്റീവാണ് നമ്മുടെ അതിമധുരത്തിൻ്റെ ഉപയോഗം. അതിമധുരത്തിൻ്റെ ഒരു നുള്ളു പൊടി രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളത്തിലിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ പാലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതോ ഏതാണെങ്കിലും വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഈ കരളിലെ കോശങ്ങളിൽ കൊഴുപ്പടിയുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ അസുഖങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഒരു ജീവിതശൈലിയും ഭക്ഷണ രീതിയും ഒക്കെ വെച്ച് തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് ഇത്തരത്തിൽ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. നമ്മളൊരു സെൽഫ് ഇവാലുവേഷൻ വഴി തന്നെ നമുക്ക് മനസ്സിലാവും. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടെസ്റ്റുകൾ വഴി, ഇപ്പോൾ BP ആണെങ്കിലും ടോട്ടൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോളിൻ്റെ നമ്മുടെ ഒരു പ്രൊഫൈലാണെങ്കിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനൊക്കെ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ വാല്യൂസ് അബ്നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ ഇതും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റും അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും
സേഫായിട്ടും ഏറ്റവും എഫക്റ്റീവായിട്ടുമുള്ളൊരു നാച്ചുറൽ ഹോം റെമഡി എന്ന് പറയുന്നത് എക്സസൈസസ് റെഗുലറായിട്ട് ചെയ്യുക, പിന്നെ ഡീടോക്സിഫിക്കൻസ് ആയ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിറയെ കഴിക്കുക, ഇലക്കറികൾ നിറയെ കഴിക്കുക, പിന്നെ ആൽക്കഹോളും സ്മോക്കിങ്ങും മാക്സിമം കർട്ടൈൽ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഫാറ്റി ലിവറിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡി. നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ.